എല്ലാവർക്കും ഗോൾഡ് ഓൺ ദി റോഡ് ട്രാവൽ സീരീസിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും എത്തി നിൽക്കുന്നത് വല്ലാർപാടം എന്ന് പറയുന്ന ഒരു കൊച്ചു തുരുത്തിലാണ്. ഒരു 3-3.5 കിലോമീറ്റർ വരുന്ന വല്ലാർപാടം തുരുത്തിലാണ്. എറണാകുളം ജില്ലയുടെ, കൊച്ചി ജില്ലയുടെ എറണാകുളത്ത് നിന്നും ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ വരുന്ന വല്ലാർപാടം തുരുത്ത്. അപ്പോൾ ഈ വല്ലാർപാടം തുരുത്തിൽ ഏകദേശം ഒരു 10,000 കണക്കിന് ആൾക്കാർ മാത്രമാണ്, ഒരു കുഞ്ഞു സ്പേസിൽ 10,000 കണക്കിന് ആൾക്കാരാണ് താമസിക്കുന്നത്. ഈ 10,000 കണക്കിന് ആൾക്കാരും ജാതിഭേദമന്യേ വരുന്ന ഒരു പള്ളി, വല്ലാർപാടം പള്ളി. ആ വല്ലാർപാടം പള്ളിയിലാണ് നമ്മളിന്ന് വരാൻ പോകുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് വല്ലാർപാടം പള്ളി. ഇവിടുത്തെ ഈ തുരുത്തിൽ, ഈ വല്ലാർപാടം തുരുത്തിലെ ആളുകളുടെ ഭയങ്കര വിശ്വസ്തമായ, അല്ലെങ്കിൽ അവരൊത്തിരി വിശ്വസിക്കുന്ന ഒരു മാതാവാണ് വല്ലാർപാടം മാതാവ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഈ വല്ലാർപാടം പള്ളി പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത്. 1524 പോർച്ചുഗീസുകാരാണ് നമ്മുടെ വല്ലാർപാടം പള്ളി നിർമ്മിക്കുന്നത്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1676 നമ്മുടെ ഈ ഏരിയയിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വല്ലാർപാടം പള്ളി പൂർണ്ണമായിട്ട് തകർന്നിട്ട് ഇതിനകത്തെ മാതാവിൻ്റെ രൂപം വെള്ളത്തിൽ ഒലിച്ചു പോവുകയും അത് ഇവിടുത്തെ കൊച്ചി രാജാവിൻ്റെ മന്ത്രിയായ രാമൻ പാലിയത്തച്ഛൻ എന്ന് പറയുന്ന മന്ത്രിയുടെ കയ്യിൽ ഈ രൂപം കിട്ടുകയും ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ ചേർന്നത് അപേക്ഷിച്ച് ആ രൂപം പാലിയത്തച്ഛൻ ഈ പള്ളിക്കാർക്ക് തിരിച്ചു കൊടുത്തു. ഒപ്പം തന്നെ പാലിയത്തച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലം ഈ പള്ളി പണിയാനായിട്ട് ദാനമായിട്ട് കൊടുത്തു. അങ്ങനെയാണ് പാലിയത്തച്ഛൻ്റെ കൊച്ചു സ്ഥലത്ത് ഈ വല്ലാർപാടം പള്ളി നിർമ്മിക്കുന്നതും. അന്ന് തൊട്ട് ഈ രാമൻ പാലിയത്തച്ഛൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു കെടാവിളക്ക് സമ്മാനമായിട്ടോ, അല്ലെങ്കിൽ കെടാവിളക്ക് പുള്ളിയുടെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ കൊടുത്തു. ആ കെടാവിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ വർഷമായിട്ട് അവരുടെ പരമ്പരാഗതമായിട്ട് ആ കൊട്ടാരത്തിൽ നിന്നാണ് ഇവിടെ എത്തുന്നു എന്നാണ് അതിൻ്റെ വിശ്വാസം. അപ്പം ബാക്കി ഒത്തിരി ശക്തിയുള്ള മാതാവാണ് നമ്മുടെ ഈ വല്ലാർപാടത്തമ്മ. നമ്മുടെ ഉണ്ണിയേശുവിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന രൂപമാണ് നമ്മുടെ വല്ലാർപാടത്തമ്മയുടെ പ്രതിഷ്ഠ. ഈ വാസ്കോഡഗാമ പണ്ട് വന്ന സമയത്ത് പുള്ളിയുടെ ഒപ്പം കൊണ്ടുവന്ന മാതാവിൻ്റെ രൂപമാണ് എന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം. ആ രൂപമാണ് ഈ ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തിരിക്കുന്ന മാതാവിൻ്റെ രൂപം. ആ രൂപം തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും. അപ്പോൾ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം എന്ന് പറയുന്ന ഇത്രയും വലിയൊരു നഗരത്തിൽ, ഭയങ്കര പോപ്പുലേഷനായിട്ട് നിൽക്കുന്ന നഗരത്തിൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഈ വല്ലാർപാടം തുരുത്തിലെ നിശബ്ദ ദേവാലയം എന്നുകൂടി നമ്മുടെ ഈ വല്ലാർപാടം പള്ളി അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മരത്തിൻ്റെ ഉള്ളിൽ ബൈബിളിൽ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത കുറേ പാർട്ടുകൾ രൂപങ്ങളായിട്ട് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് സപ്പർ, യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത്, ഈ അപ്പവും വീഞ്ഞും വീതിച്ചു കൊടുക്കുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞ് രൂപങ്ങൾ പോലെ ഇവിടെ സൈഡിൽ ഫുള്ള് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മിക്ക പള്ളികളിലും നമ്മൾ കാണാറില്ല. അപ്പോൾ ഈ വല്ലാർപാടം പള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയാണത്. ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ. ഈ നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലും ഈ വല്ലാർപാടം ഏരിയയിലുള്ളത്. അപ്പോൾ ഈ വല്ലാർപാടത്തമ്മയുടെ അടുത്ത് ഈ മത്സ്യത്തൊഴിലാളികൾ ബോട്ടോ അല്ലെങ്കിൽ ഈ മീൻ പിടിക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്ത് തന്നെ വാങ്ങിയാലും നമ്മുടെ ഈ പള്ളിയിൽ കൊണ്ടുവന്ന് വെഞ്ചരിച്ച് ആ അനുഗ്രഹം വാങ്ങിയിട്ടേ അവരിവിടെ ബോട്ടും വഞ്ചികളൊക്കെ ഇറക്കാറുള്ളൂ എന്നാണ് ഐതിഹ്യം. അപ്പോൾ അവർ ഈ വഴി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ബോട്ടായിക്കോട്ടെ, വഞ്ചി ആയിക്കോട്ടെ, എന്ത് സംഭവം ആയിക്കോട്ടെ, മത്സ്യത്തൊഴിലാളികൾ ഈ പള്ളിയുടെ ഫ്രണ്ടിലെത്തുമ്പോഴത്തേക്ക് അവർ ഒരു 2 സെക്കൻഡ് നിർത്തി പ്രാർത്ഥിച്ചിട്ടാണ്, നമ്മുടെ മാതാവിനെ തൊഴുതിട്ടാണ് അവരുടെ ജോലിക്കൊക്കെ ഇറങ്ങുക എന്നൊരു വിശ്വാസം കൂടി ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഈ രൂപങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാം മാതാവിൻ്റെ കുറച്ച് രൂപം, യേശുവിൻ്റെ മാതാവിൻ്റെ രൂപത്തിന് ചുറ്റും കുറേ പേര് ഈ ചൂല് കൊണ്ട് അടിക്കുന്നത് നമുക്ക് കാണാം. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ഇതിന് ചുറ്റും അടിച്ചാൽ അടിച്ചു നേർച്ച അങ്ങനെ ഇതിനെ പറയണേ, നമ്മൾ വിചാരിച്ച കാര്യം നടക്കും എന്നാണ് ഇവിടെ ഉള്ളവരുടെയൊക്കെ വിശ്വാസം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ കയറി തൊഴുത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഫ്രീ ആണത്, അവിടെ നിന്ന് ചൂലെടുത്ത് നമ്മൾ ഈ മാതാവിൻ്റെ ഈ മുറ്റം അല്ലെങ്കിൽ ഈ മാതാവിൻ്റെ ഈ ചുറ്റുമുള്ള സ്ഥലം നമ്മൾ അടിച്ചു വാരി നേർച്ച എന്നുകൂടി പറയും. അപ്പോൾ നമ്മുടെ ഉദ്ദേശിച്ച കാര്യം നടക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. പിന്നെന്താ, ആ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അടിമ കഴിക്കുന്ന സ്ഥലമുണ്ട്.
നമുക്ക് എന്താ പറയുക, അച്ഛന്മാരെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ തലയിൽ കുരിശൊക്കെ വരച്ചിട്ട് പോകുന്ന ഒരു സ്ഥലം കൂടിയുണ്ട് അടിമ സമർപ്പണം. എനിക്ക് തോന്നുന്നു ഈ പള്ളിയിൽ ലിഫ്റ്റ് ഉണ്ട്. ഈ മിക്ക പള്ളികളിൽ ലിഫ്റ്റ് ഉണ്ടാവാറില്ല. ഏറ്റവും മേളിൽ നമുക്ക് കാണാനായിട്ട് ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. ഏറ്റവും ടോപ്പിലും ഇതിൻ്റെ ഒരു ചരിത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ യേശുവിനെ എടുത്ത് നിൽക്കുന്ന മാതാവ്, ആ മാതാവിൻ്റെ താഴെയായിട്ട് ഹിന്ദു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞായിട്ട് മാതാവിനെ നോക്കി നിൽക്കുന്ന ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ കഥ എന്താണെന്നും അതിൻ്റെ ഐതിഹ്യം എന്താണെന്നൊക്കെ മേളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ പാസ്സൊക്കെ എടുത്ത് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ മേലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മേലോട്ട് പോയി കഴിഞ്ഞാലും യെസ്, നമ്മൾ മേളിലെത്തി. ഇവിടെ ഫുൾ CCTV ക്യാമറകളാണ്, സ്റ്റെപ്പും ഓരോ ഏരിയ ഫുള്ളും. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ടോപ്പിലുള്ള ഗോപുരത്തിലെത്തി. ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നതാണ്. നമ്മൾ ലിഫ്റ്റ് കയറി കഴിഞ്ഞ് 62 പടികൾ കയറി വേണം നമുക്ക് ഈ ഏറ്റവും ടോപ്പിലുള്ള ഈ എന്താ പറയുക ഗോപുരത്തിലെത്താൻ. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ ഭയങ്കര രസമുള്ള വ്യൂ ആണ്. സൈഡിൽ കണ്ടെയ്നർ റോഡിൻ്റെ കണ്ടെയ്നേഴ്സും ടെർമിനലും പിന്നെന്താ ഭയങ്കര പച്ചപ്പും കായലുകളും പുഴകളും ഒക്കെ നമ്മുടെ വൺ വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഇവിടുത്തെ അമ്മയുടെ രൂപം ഇവർ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞും അമ്മയും നമ്മുടെ ഉണ്ണീശുവിനെ എടുത്ത് നിൽക്കുന്ന മാതാവിൻ്റെ താഴെ മാതാവിനെ നോക്കി ഒരു കുഞ്ഞും അമ്മയും നിൽക്കുന്ന ഒരു രൂപമാണ് ഇവിടുത്തെ മെയിൻ എന്താ പറയുക ഒരു പ്രതിഷ്ഠ എന്നൊക്കെ പറയണ പോലെ മെയിൻ രൂപം നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ പാലിയം എന്ന് പറയുന്ന കൊട്ടാരത്തിൽ നിന്നും അവിടുത്തെ തമ്പുരാട്ടി തൻ്റെ കൊച്ചിനെ ആയിട്ട് കുഞ്ഞിന് ചോറൂണിന് വേണ്ടിയിട്ട് മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുമായിരുന്നു, അവിടുത്തെ ഒരു അമ്പലത്തിൽ. അപ്പം അങ്ങനെ പോണ സമയത്ത് വലിയൊരു കൊടുങ്കാറ്റ് ഉണ്ടായിട്ട് ഈ വള്ളം താഴെ തകർന്നു വീഴുകയും വല്ലാർപാടത്തമ്മ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക നമ്മുടെ ഈ അമ്മയും കുഞ്ഞും നേരെ വെള്ളത്തിൻ്റെ അടിയിൽ പോവുകയും ചെയ്തു. അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി 3 ദിവസമായിട്ട് ഇവരെ കാണുന്നില്ല. അപ്പോൾ ഇവിടുത്തെ പള്ളി വികാരിക്ക് പെട്ടെന്നൊരു ദർശനം കിട്ടുകയും ഇവിടുത്തെ എന്താ പറയുക ഈ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് വല വീശിക്കുകയും ചെയ്തു. അങ്ങനെ വല വീശിയപ്പോഴാണ് ഈ അമ്മയും കുഞ്ഞിനെയും 3 ദിവസത്തിന് ശേഷം ജീവനോടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ വല്ലാർപാടത്തമ്മയുടെ ശക്തി കൊണ്ടാണ് 3 ദിവസം ഈ അമ്മയും കുഞ്ഞും ജീവനോടുകൂടി വെള്ളത്തിൻ്റെ അടിയിൽ സുരക്ഷിതരായിട്ട് ഇരുന്നതെന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വല്ലാർപാടത്തമ്മയാണ് രക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ആ മീനാക്ഷി എന്ന് പറയുന്ന ആ തമ്പുരാട്ടിയും കുഞ്ഞും അന്ന് തൊട്ട് കൊട്ടാരത്തു നിന്ന് മാറി ഈ പള്ളിയുടെ അവിടെ വന്ന് മാതാവിൻ്റെ കാൽക്കീഴിൽ അടിമ ഇരിക്കുക എന്ന് പറയുന്ന പോലെ മാതാവിൻ്റെ കാൽക്കീഴിൽ മാതാവിനെ സേവിച്ചാണ് പിന്നെ അവരുടെ മരണം വരെ അവർ ജീവിച്ചത്. അപ്പം നമ്മൾ ആദ്യം താഴെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, അടിമ കഴിക്കലും ഈ അടിച്ചുവാരൽ നേർച്ചയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ അത് മീനാക്ഷി തൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് ഈ ഏരിയ ഫുൾ അടിച്ചു വാരുകയും അങ്ങനെയാണ് അടിച്ചുവാരി നേർച്ച വന്നതും പിന്നെ അടിമ ഇരിക്കുന്നത് കൊണ്ടാണ് അടിമ കഴിക്കൽ നേർച്ചയൊക്കെ വന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മീനാക്ഷി തമ്പുരാട്ടിയുടെയും കുഞ്ഞിൻ്റെയും രൂപം. മാതാവിൻ്റെ താഴെ അടിമ ഇരിക്കുന്ന അല്ലെങ്കിൽ മാതാവിൻ്റെ താഴെ ഫുൾ സേവിച്ച് ജീവിതകാലം മുഴുവൻ സേവിച്ച് തൻ്റെ ജീവൻ ത്യജിച്ച മീനാക്ഷി അമ്മേൻ്റെയും കുഞ്ഞിൻ്റെയും രൂപം. അത് ഇവിടുത്തെ പള്ളിയിലും താഴെയാണെങ്കിലും മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലത്താണെങ്കിലും ഒക്കെ ഈ ഒരു പിക്ചർ വെച്ചിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ആരാധിക്കുന്നതും. എന്തെന്നാ ഇതാണ് ഈ മാതാവാണ് ഇവരുടെ ഏറ്റവും വലിയ വിശ്വാസം. ഈ കരക്കാർ ഈ വല്ലാർപാടം കരക്കാരെ കാക്കുന്നതും നമ്മുടെ ഈ മാതാവാണെന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും വല്ലാർപാടത്തമ്മയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കേട്ടു. അപ്പം മെയിനായിട്ട് നമ്മുടെ ഐറ്റം ഇറങ്ങാൻ പോവാണ്. നമ്മുടെ ഗോൾഡ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ കുഞ്ഞു നോസ്പിൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഒരു കാം സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് നോസ്പിൻസ് പരിചയപ്പെടുത്തി തരാം. അപ്പം എന്തായാലും നമ്മൾ വല്ലാർപാടത്തമ്മയുടെ വിശേഷങ്ങളും പള്ളിയിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പം ഈ കായലിൻ്റെ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഗോൾഡ് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഗോൾഡ് ഓൺ ദ റോഡ് ട്രാവൽ സീരീസിൻ്റെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എന്താ പറയുക കുറേ സെറ്റ്സ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ സെലക്റ്റീവായിട്ട് 5 ഡിഫറെൻറ്റ് നോസ്പിൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യൂട്ട് നോസ്പിനാണ്. ഹാർട്ട് ഷേപ്പ് വന്നിട്ട് ഹൃദയം തുളഞ്ഞു കയറുന്ന പോലെ അമ്പൊക്കെ ഉള്ള ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ മൂക്കുത്തിയാണ്. ചുറ്റും വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് മൂക്കിൽ നല്ല പതിഞ്ഞിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന
ഒരു മൂക്കുത്തിയാണ്. സാധാരണ നമ്മൾ ഈ ഗോൾഡിൻ്റെ മൂക്കുത്തികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ആ ഡിസൈൻ അല്ലാണ്ട് ഈ ഗോൾഡിൻ്റെ പ്ലേറ്റ് ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതത്ര ഭയങ്കര സ്യൂട്ടായിട്ട് തോന്നൂല ഏത് സ്വർണ്ണത്തിൻ്റെ മൂക്കുത്തി ഇട്ടാലും. പക്ഷേ നമ്മുടെ എന്താ പറയുക, പെരേപാടൻസിലും കല്ലറക്കൽസിലും ഒക്കെ ഭയങ്കര തിന്നായിട്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്കും ഈ സ്റ്റോൺസും ഈ ഡിസൈൻസും ആയിരിക്കും ആൾക്കാരുടെ കണ്ണിൽ മെയിനായിട്ട് നിൽക്കുക. എന്താ പറയുക, നമ്മുടെ പോക്കറ്റ് മണിക്കൊക്കെ വെച്ച് വാങ്ങാൻ പറ്റിയ ഭയങ്കര റേറ്റ് കുറഞ്ഞ മൂക്കുത്തികൾ തൊട്ട് 700 രൂപയുടെ മൂക്കുത്തികൾ തൊട്ട് നമ്മുടെ ഷോറൂമിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഹേർട്ട് ഷേപ്പിൻ്റെ മൂക്കുത്തി കണ്ടു. അപ്പം നെക്സ്റ്റ് വരുന്ന ഒരു മൂക്കുത്തിയാണ് ഹേർട്ട് ഷേപ്പ് എന്ന് നേരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പൂവിൻ്റെ ഷേപ്പിൽ വന്നിരിക്കുന്ന മൂക്കുത്തിയാണ്. വൈറ്റ് സ്റ്റോൺസ് വന്നിട്ടുള്ള മൂക്കുത്തിയാണ്. ഭയങ്കര കുഞ്ഞുമാണ്, എന്നാൽ ഭയങ്കര ക്യൂട്ടും ആയിരിക്കും കാണാനായിട്ട്. എല്ലാ ഡ്രസ്സുകളുടെ ഒപ്പമൊക്കെ മാച്ച് ചെയ്ത് പോകുന്ന വൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ട് നമ്മൾ ഏത് കളർ ഡ്രസ്സ് ഇട്ടാലും അതിന് മാച്ച് ചെയ്ത് പോകുന്ന മൂക്കുത്തിയാണ്. ഇനി അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂക്കുത്തിയാണ്. നമ്മുടെ എന്താ പറയുക, മൂക്കിൽ കവർ ചെയ്ത് നിൽക്കുന്ന മൂക്കുത്തിയാണ്. 3 സ്റ്റോൺസ് വന്നിട്ട് താഴെ കുഞ്ഞ് ഹാങ്ങിങ് പോലെ ഒരു സംഭവം വന്നിട്ട്, അപ്പോൾ ഈ 3 സ്റ്റോണും നമ്മുടെ മൂക്കിൽ കവർ ചെയ്ത് നിന്നിട്ട് മൂക്കിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഞാത്ത് പോലത്തെ സംഭവം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആടി ആടി കളിക്കും. ഈ തമിഴ് സ്റ്റൈലൊക്കെ പോലെ എപ്പോഴും ഇങ്ങനെ ആടി ആടി കളിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ പല കളേഴ്സും നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പറയുന്ന കളറിനനുസരിച്ച് നമ്മൾ സ്റ്റോൺസ് വെച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പക്ഷെ എപ്പോഴും മൂക്കുത്തികളെന്നൊക്കെ പറയുമ്പോൾ ഗോൾഡൻ കല്ലും വൈറ്റ് കല്ലൊക്കെയാണ് ഭയങ്കര റെഡും ഭയങ്കര എന്താ പറയുക കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന കളേഴ്സ്. അപ്പോൾ ഇത് എന്താ പറയുക, ഞാത്ത് മൂക്കുത്തി എന്നൊക്കെ പറയുന്ന പോലെ തമിഴ് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മൂക്കുത്തിയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ടീനേജേഴ്സും ഈ ഞാത്ത് മൂക്കുത്തി യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് 4th വൺ നമ്മൾ കോമൺ ആയിട്ട് പണ്ട് തൊട്ടേ കണ്ടുവരുന്ന നമ്മുടെ മൂക്കിൽ റിംഗ് ടൈപ്പ് മൂക്കുത്തി എന്ന് പറയും. റിംഗ് ടൈപ്പ് തന്നെ പലതരത്തിൽ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. പ്ലെയിൻ റിങ്, കമ്പി പോലത്തെ പ്ലെയിൻ റിങ് നമ്മുടെ ഷോറൂമിലുണ്ട്. അതുകൂടാതെ തന്നെ ആ റിങ്ങിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി സ്റ്റോൺസ് വന്നിട്ടുള്ള ഒരു മൂക്കുത്തിയാണ്. ഇത് നമ്മൾ ഇട്ടാലും മൂക്കിൽ ഇങ്ങനെ ഫുൾ കവർ ചെയ്തിരിക്കും. അതും നല്ല രസമായിരിക്കും. ഇതും ഒരു കൊങ്ങിണി തമിഴ് ടച്ചൊക്കെ നമുക്ക് ബ്രാഹ്മൺസ് ടച്ചൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോട്ടോഷൂട്ടിനാണെങ്കിലും സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു മലയാളി മങ്ക ലുക്ക് അല്ലെങ്കിൽ ഒരു തമിഴ് മങ്ക ലുക്കൊക്കെ നമുക്ക് ഈ മൂക്കുത്തിട്ട ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ പല വെറൈറ്റി ഡിസൈനിലുള്ള ഷേപ്പിലുള്ള മൂക്കുത്തികൾ കണ്ടു. ലാസ്റ്റായിട്ട് സിമ്പിളായിട്ടുള്ളൊരു മൂക്കുത്തിയാണ്. ഒരു ബ്ലാക്ക് സ്റ്റോൺ വന്നിട്ട് സിംഗിൾ സ്റ്റോൺ വന്നിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള മൂക്കുത്തിയിൽ ഭയങ്കര ആഡംബരമൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലർ മൂക്ക് കുത്തിയിട്ടുണ്ടെന്നും തോന്നണം, എന്നാൽ മൂക്കുത്തി ഇട്ടിട്ടുണ്ടെന്നും തോന്നാനും പാടില്ല. അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സിംഗിൾ സ്റ്റോണിൽ വരുന്ന മൂക്കുത്തിയാണ് ഇത്. പല കളറിൽ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് സ്റ്റോണിൽ വരുന്ന കുഞ്ഞ് മൂക്കുത്തിയാണ്. ഇതും നമ്മുടെ മൂക്കിൽ ഭയങ്കര പതിഞ്ഞിരിക്കും. ഈ ബ്ലാക്ക് സ്റ്റോൺ മാത്രമേ നമുക്ക് വെളിയിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വല്ലാർപാടം തുരുത്തിൻ്റെയും വല്ലാർപാടം തമ്മയുടെയൊക്കെ വിശേഷങ്ങളും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്ന നോസ് പിൻസ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൂടെ ഈ വല്ലാർപാട തമ്മേനും നിങ്ങൾക്ക് ഈ പള്ളീനെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പള്ളിയിൽ വരിക. എന്താ പറയുക, ഇങ്ങനെ ഇന്ന കാസ്റ്റിന് മാത്രം ഇവിടെ വരാൻ പാടുള്ളൂ അങ്ങനെ ഒരു നിയമവും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഏത് മതക്കാർക്ക് വേണമെങ്കിലും ഒരുപോലെ വരാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ വല്ലാർപാടം പള്ളി. ഈ എന്താ പറയുക, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ദേവാലയം കൂടിയാണ് നമ്മുടെ വല്ലാർപാടം പള്ളി. പ്ലസ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് വല്ലാർപാടം പള്ളി. അപ്പോൾ നമുക്ക് ഏത് ജാതിയിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ ഈ വല്ലാർപാടം മാതാവ് 2 കൈ നീട്ടി നിങ്ങളെ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് വല്ലാർപാടം പള്ളിയിൽ വരിക, ഒപ്പം തന്നെ നമ്മുടെ ഷോറൂമിലും വരിക. കാരണം മൂക്കുത്തികളിൽ തന്നെ എന്താ പറയുക, ഇത്ര ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഓരോ സംഭവങ്ങൾ, ഓരോ ഐറ്റത്തിൽ, ഓരോ ഓർണമെൻറ്റിലും ഇത്ര അധികം വെറൈറ്റീസ് കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മുടെ പെരേപ്പാടൻ്റെയും കല്ലറക്കലിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോറൂമുകളുള്ളത് പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിൽ നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലും, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്ന പേരിൽ കണ്ണൂർ പയ്യന്നൂരിലുമാണ് നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റ്സുകളുള്ളത്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോറൂമിലോട്ട് വരിക. കൂടാതെ നമുക്കിപ്പോൾ ഓൺലൈൻ പർച്ചേസസും അവൈലബിൾ ആണ്. നമുക്ക് ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ട്, പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലും കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലും. അപ്പോൾ പുതിയ ഇറങ്ങുന്ന ഓർണമെൻറ്റ്സിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ചെക്ക് ചെയ്യാം. ഒപ്പം തന്നെ അടുത്ത വീഡിയോ, അടുത്ത കൾച്ചർ, അടുത്ത ആൾക്കാരുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുന്നവരേക്കും നമ്മുടെ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Kallarackals Gold Park, Payyannur. Our sister concern
Pere Pardon's Gold Park, Neyyattinkara, Nedumangad, Karunagappally, Kottarakkara and Thrissur.